നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധ്യതകൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭിക്കുകയില്ല. നമുക്ക് ലഭിക്കുന്ന ഓരോ സാധ്യതകളും ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഇല്ലെന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ മുമ്പിൽ വരുന്ന സാധ്യതകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിനെ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണ് ധാരാളം ആളുകളും പരാജയപ്പെടുന്നത്. വളരെ മനോഹരമായ, അപ്പോൾ തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. അദ്ദേഹം ആ ജയിലിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു ജീവിതത്തിന് വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചത്. എല്ലാവരെയും പോലെ ഏറ്റവും നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ താൻ നിയന്ത്രിക്കപ്പെട്ടു. അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ട് അദ്ദേഹം ജയിലിലെത്തിയിരിക്കുകയാണ്. ജയിലിലെത്തിയപ്പോൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായി. അതുകൊണ്ട് വളരെ പശ്ചാത്താപത്തോടെ അപ്പോൾ തന്നെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ഏറ്റവും നന്നായിട്ട് ജീവിക്കുവാനാണ് ആ മനുഷ്യൻ ശ്രമിച്ചത്. പല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജയിലിൽ നിന്ന് ആളുകളെ അവരുടെ നല്ല നടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കുവാനുള്ള ചില തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ആ ജയിലിൽ ഗവർണറുടെ സന്ദർശന ദിവസം വന്നിരിക്കുക. ആ സന്ദർശനത്തിൽ ചില ആളുകളെ അവിടെ നിന്ന് സ്വതന്ത്രമാക്കുവാനുള്ള തീരുമാനവും പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാണ്. ആ ജയിലിലുള്ള ആളുകളെ എല്ലാവരെയും അവിടുത്തെ പ്രധാനപ്പെട്ട ഹാളിൽ അവരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ ജയിലിൻ്റെ ആത്മീയ കാര്യങ്ങളുടെ ചുമതലയുള്ള ചാപ്ലൈൻ അന്ന് അവിടെ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ ഉച്ചത്തിൽ വായിക്കാൻ ആരംഭിച്ചു. ആ കൂട്ടത്തിൽ രൂബൻ ജോൺസൺ എന്ന പേരുള്ള ഒരു മനുഷ്യന്റെ പേര് അദ്ദേഹം വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ചാപ്ലൈൻ വായിച്ചെങ്കിലും ആ വലിയ തടവ് പുള്ളികളുടെ നടുവിൽ നിന്ന് ആരും മുന്നോട്ട് വന്നില്ല. രൂബൻ ജോൺസൺ ആരാണെന്ന് അറിയാമായിരുന്ന ആ ചാപ്ലൈൻ രൂബൻ ജോൺസനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പേര് തന്നെയാണ് വിളിച്ചത്, മുൻപോട്ട് വരിക. രൂബൻ ജോൺസൺ ചിന്തിച്ചു, തൻ്റെ പേരുള്ള മറ്റാരെങ്കിലും ആ ജയിലിൽ ഉണ്ടായിരിക്കുമെന്ന്. അദ്ദേഹം 4 ഭാഗത്തും കണ്ണുകൾ പായിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ ഭാഗ്യം ആർക്കാണ് ലഭിച്ചത് എന്ന് നോക്കുകയാണ്. ഉറച്ച ശബ്ദത്തിൽ ആ ചാപ്ലൈൻ പിന്നെയും പറഞ്ഞു, രൂപൻ, നിന്നെ തന്നെയാണ് വിളിച്ചത്, മുൻപോട്ട് വരിക. അങ്ങനെ രൂപൻ ആ തടവ് പുള്ളികളുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ സ്വാതന്ത്ര്യം സ്വീകരിക്കേണ്ടതിന് ചാപ്ലൈൻ്റെ അടുക്കിലേക്ക് എത്തി. അങ്ങനെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള തടവ് പുള്ളികളോട് അവരവരുടെ സെല്ലുകളിലേക്ക് പോകുവാൻ അവരാവശ്യപ്പെട്ടു. ലൈനായിട്ട് നിരനിരയായി സ്വന്തം സെല്ലുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ രൂബൻ ജോൺസണും ചേർന്ന് നടന്നു. അദ്ദേഹം ആ നിരയുടെ കൂട്ടത്തിൽ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ
ആ ചാപ്ലയിൻ പിന്നെയും രൂപനെ വിളിച്ചിട്ട് പറഞ്ഞു, രൂപൻ, ഇനി നീ ആ നിരയുടെ കൂട്ടത്തിൽ നിൽക്കണ്ട. ജയിലിലേക്കല്ല, സെല്ലിലേക്കല്ല നീ മടങ്ങിപ്പോകുന്നത്. പകരം ഇന്ന് നീ സ്വതന്ത്രനാണ്. നിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാം. ഈ സാധ്യത സെല്ലിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ നിൽക്കണം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം, അതിൻ്റെ സാധ്യതകൾ രൂപൻ ജോൺസൺ മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം. ഇത് രൂപന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. എന്തുകൊണ്ടോ ആ സാധ്യതകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അതല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ നിസ്സാരമായി കാണുവാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ധാരാളം ആളുകളും വലിയ വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ദൈവം നൽകിത്തരുന്ന സാധ്യതകളെ, അവസരങ്ങളെ നിസ്സാരമായി കാണാതെ ഏറ്റവും നന്നായി അത് ഉപയോഗിക്കുവാൻ കഠിനാധ്വാനം ചെയ്യണം. അവസരങ്ങളെ മനസ്സിലാക്കുക, സാധ്യതകളെ തിരിച്ചറിയുക, മുൻപോട്ട് ഓടുവാൻ ഒരുപാടുണ്ടെന്ന് തിരിച്ചറിയുക. അങ്ങനെയൊക്കെ തിരിച്ചറിയാനും അവസരങ്ങൾ മുതലാക്കുവാനും നമുക്ക് സാധിച്ചാൽ ഈ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് സാധ്യതകളെ, അവസരങ്ങളെ തിരിച്ചറിയൂ. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും.